സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 100 ചോദ്യങ്ങളാണ്. എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല. കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട കുരുമുളകാണ്. കരിമുണ്ട എന്നത് കുരുമുളകാണ്. ഏത് വാഹനത്തിലാണ് 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്? ഏത് വാഹനത്തിലാണ് 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്? ഈ ഡേറ്റ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. സോയൂസ് T11 ആണ്. സോയൂസ് T11 എന്ന വാഹനത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായി ആണ്. മഹാദേവ് ദേശായി. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രതിഫലനം. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത്. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ ആണ്. മീഥേൻ ആണ് ചതുപ്പുവാതകം എന്ന് അറിയപ്പെടുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിളയാണ്. രാഷ്ട്രമഹിളയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. രാഷ്ട്രമഹിള. ജിപ്സം, ഫ്ലൂർസ്പാർ എന്നിവ എന്തിൻ്റെ അയിരാണ്? ജിപ്സം, ഫ്ലൂർസ്പാർ എന്നിവ എന്തിൻ്റെ അയിരാണ്? കാൽഷ്യത്തിന്റെ അയിരാണ്. കാൽഷ്യത്തിന്റെ അയിര്. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡ്. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വാതി പുരസ്കാരം. സ്വാതി പുരസ്കാരം. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ എന്ന് അറിയപ്പെടുന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം. ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന് അറിയപ്പെടുന്നത്. ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം. ലോക സമാധാന ദിനം. ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 21 സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം ലഡാക്ക് ആണ്. ലഡാക്ക്. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് S.N. അഗർവാൾ ആണ്. S.N. അഗർവാൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശിയാണ് യൂട്ടറസ് മാക്സിമസ്. യൂട്ടറസ് മാക്സിമസ്. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അറിയപ്പെടുന്നത് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? ഗോൾഡൻ ത്രഷോൾഡ് എന്നത് സരോജിനി നായിഡുവിന്റെ രചനയാണ്. സരോജിനി നായിഡു. DNA-യുടെ പൂർണ്ണരൂപം. DNA-യുടെ പൂർണ്ണരൂപം ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത്. തമിഴ് ദേശത്തിന്റെ ഒഡീസി
മണിമേഖല. തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖല. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തുവാണ് യൂജിനോൾ. യൂജിനോൾ. ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം. മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ്? APJ അബ്ദുൽ കലാമിൻ്റെതാണ്. APJ അബ്ദുൽ കലാമിൻ്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് ആര്? തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാ ചാണ്ടിയാണ്. അന്നാ ചാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയത് ചന്തിരൂറാണ്. ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്കാണ് തെന്മല. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു. ദീപക് സന്ധു. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത്? കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ B12. വിറ്റാമിൻ B12. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹമാണ് ബുധൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്നാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. കോളറ പരത്തുന്ന ബാക്ടീരിയയുടെ പേര്. കോളറ പരത്തുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറെ എന്നാണ്. വിബ്രിയോ കോളറെ. ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, എയ്ഡ്സ് എന്നിവയിൽ ബാക്ടീരിയ പരത്തുന്ന രോഗമല്ലാത്തത് ഏത്? ബാക്ടീരിയ പരത്തുന്ന രോഗമല്ലാത്തത് ഏതൊക്കെയാണ് ഇവിടെ രോഗങ്ങൾ തന്നിരിക്കുന്നത്? ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, എയ്ഡ്സ് എന്നിവ. ഇതിൽ ബാക്ടീരിയ പരത്തുന്ന രോഗമല്ലാത്തത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് വൈറസ് ആണ് പരത്തുന്നത്. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഡിസംബർ 1. ഏത് വിഭാഗത്തിലുള്ള സൂക്ഷ്മാണുവാണ് മലമ്പനിക്ക് കാരണമാകുന്നത്? മലമ്പനിക്ക് കാരണമാകുന്നത് പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ. മലേറിയ പരത്തുന്ന രോഗാണു. മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയമാണ്. മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയം. എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്നത് മന്താണ്. മന്ത്. ഫൈലേറിയൻ വിര മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഫൈലേറിയൻ വിര മൂലമുണ്ടാകുന്ന രോഗമാണ് മന്ത്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണയാണ്. മിനിറ്റിൽ 130 തവണ. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് ആരാണ്? ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസിലാണ്. 1973
കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദി. ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ജ്ഞാനയോഗം, രാജയോഗം. സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. കുട്ടംകുളം സമരത്തിന്റെ നേതാവ് ആര്? കുട്ടംകുളം സമരത്തിന്റെ നേതാവ് പി.കെ. കുമാരൻ മാസ്റ്ററാണ്. പി.കെ. കുമാരൻ മാസ്റ്ററാണ് കുട്ടംകുളം സമരത്തിന്റെ നേതാവ്. ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം സൂററ്റാണ്. സൂററ്റാണ് ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്? കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. ഡോക്ടർ അംബേദ്കറുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിൻകാലത്ത് ഏത് പേര് സ്വീകരിച്ചു? ഡോക്ടർ അംബേദ്കറുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിൻകാലത്ത് സ്വീകരിച്ചത് പേരാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. റിപ്പബ്ലിക്കൻ പാർട്ടി. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദ തീർത്ഥൻ. പൊട്ടാസ്യം മൂലകത്തിന്റെ കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? പൊട്ടാസ്യം മൂലകത്തിന്റെ പ്രതീകം ഏതാണ്? കെ ആണ്. കെ എന്ന പ്രതീകം ലഭിച്ചത് കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. കാലിയം. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് 1968. 1968. സഹോദരൻ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചത് M.K. സാനുവാണ്. M.K. സാനു. സ്വാമി ആനന്ദ തീർത്ഥൻ എവിടെയാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥനാണ്. എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? മാനസ ചാബല്യം വാഗ്ഭടാനന്ദന്റെ കൃതിയാണ്. വാഗ്ഭടാനന്ദൻ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് H.V. കോനേലി. H.V. കോനേലി. മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ് ആര്? മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. സ്വാമി ആനന്ദ തീർത്ഥൻ ജനിച്ച സ്ഥലം? സ്വാമി ആനന്ദ തീർത്ഥൻ ജനിച്ച സ്ഥലം തലശ്ശേരിയാണ്. തലശ്ശേരി. സ്വാമി ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ പേര് ആനന്ദ ഷേണായി. സ്വാമി ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ പേര് ആനന്ദ ഷേണായി. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ C.P. ഗോവിന്ദപിള്ളയാണ്. C.P. ഗോവിന്ദപിള്ള. ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത് ആര്? ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത് K. കേളപ്പനാണ്. K. കേളപ്പൻ. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ? മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. A.K. ഗോപാലന്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അനുയായികൾ എത്രയാണ്? A.K. ഗോപാലന്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അനുയായികളുടെ എണ്ണം 32. ചട്ടമ്പി സ്വാമികളുടെ വേർപാടിന്റെ വേളയിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി? സമാധി സപ്താഹം. സമാധി സപ്താഹം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ചട്ടമ്പി സ്വാമികളുടെ വേർപാടിന്റെ വേളയിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുക്
ആണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? ഇപ്രകാരം പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ആരെ ഉദ്ദേശിച്ചാണ്? സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ജാതിനാശനം നവയുഗ ധർമ്മം സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. ജാതിനാശിനി സഭയുടെ ആദ്യത്തെ സെക്രട്ടറി സ്വാമി ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ സ്വാമി ആനന്ദ തീർത്ഥൻ. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥനാണ്. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ. നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ്? ബൊഹീമിയൻ ചിത്രങ്ങൾ എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ് ബൊഹീമിയൻ ചിത്രങ്ങൾ. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആര്? കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണ്. ആലത്തൂർ ശിവയോഗി. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന പുസ്തകം രചിച്ചത് ആര്? കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? എൻ്റെ നാടുകടത്തൽ എന്നത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം മൗലവി. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം? ഷീ ടാക്സി 2013 2013. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ആരാണ്? ബെൻ കിങ്സ്ലി ആണ്. ബെൻ കിങ്സ്ലി ആണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം? ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? രംഗസ്വാമി കപ്പ് ഹോക്കി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം? മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചത് 1947 1947. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായത് 1885 1885. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ? ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഡൽഹൌസിയാണ് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആര്? സ്പിന്നിംഗ് ജെന്നി ഹർഗ്രീവ്സ് ആണ്. ഹർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. ഹർഗ്രീവ്സ്. കോളറയ്ക്ക് കാരണമായത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ. ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത്? ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു.
രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ. ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? ഒരു ഗ്രോസ് എന്നത് 144 എണ്ണമാണ്. 144. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ആണ്. വിക്ടേഴ്സ്. ബുദ്ധൻ ജനിച്ച സ്ഥലം, ബുദ്ധൻ ജനിച്ചത് ലുംബിനിയാണ്. ഭാരത സർക്കാർ സിനിമയെ വ്യാവസായികമായിട്ട് അംഗീകരിച്ച വർഷം 2001 2001 ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് അറ്റൻബറോയാണ്. റിച്ചാർഡ് അറ്റൻബറോ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത, സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19(1)(c) ആണ്. അനുച്ഛേദം 19(1)(c)യിലാണ് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30. രക്തസാക്ഷി ദിനം ജനുവരി 30. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.